ഫ്രാൻസിലെ നൊട്രാഡാം കത്തീഡ്രൽ ലോകപ്രസിദ്ധമാണ്. 2019 ഇവിടെയുണ്ടായ തീപിടുത്തത്തിന് ശേഷം ദേവാലയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഈ അവസരത്തിൽ ദേവാലയത്തിലുണ്ടായിരുന്ന ദൈവമാതാവിന്റെ രൂപം നൊട്രാഡാം കത്തീഡ്രലിൽ തിരിച്ചെത്തിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു രൂപം ദേവാലയത്തിലെത്തിച്ചത്. 2019 തീപിടുത്തത്തിൽ നിന്ന് അത്ഭുതകരമായി സംരക്ഷിച്ച കന്യാമറിയത്തിന്റെയും ഉണ്ണീശോയുടെയും മധ്യകാല ശിലാരൂപം ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് രൂപം തിരികെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏകദേശം 6 അടി ഉയരമുള്ള മനോഹരമായ രൂപം. പാരീസ് കന്യക എന്ന പേരിലും ഈ രൂപം അറിയപ്പെടുന്നുണ്ട്. പാരീസ് കത്തോലിക്കരുടെ പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമായാണ് രൂപത്തെ വിശേഷിപ്പിക്കുന്നത്. നിരവധി വിശ്വാസപരമായ പുരാവസ്തുക്കൾ, നശിപ്പിക്കപ്പെട്ട അഗ്നിബാധയിൽ നിന്ന് അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ട രൂപത്തിന്റെ ചിത്രങ്ങൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടിയിരുന്നു. സെയിൻ നദിയിലൂടെ സ്തുതിഗീതങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അകമ്പടിയോടെ പ്രദക്ഷിണമായാണ് രൂപം എത്തിച്ചത്. പ്രദക്ഷിണം കത്തീഡ്രലിന്റെ ചത്തുരത്തിലേക്ക് എത്തിയപ്പോൾ പാരീസിലെ ആർച്ച് ബിഷപ്പ് ലോറൻ ഉൾറിച്ച് ആശീർവദിച്ചു. 2019 ഏപ്രിൽ 15 പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് അഗ്നിബാധ നൊട്രാഡാം കത്തീഡ്രൽ ദേവാലയത്തിലുണ്ടായത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ ദേവാലയ ഗോപുരത്തിന്മേലുണ്ടായിരുന്ന തീ അണയ്ക്കാനായെങ്കിലും ഗോപുരം പൂർണ്ണമായും കത്തിനശിക്കുകയായിരുന്നു. പുനരുദ്ധാരണത്തിന് ശേഷം ഈ വരുന്ന ഡിസംബർ 7-8 തീയതികളിൽ നൊട്രാഡാം തുറക്കുമെന്നാണ് കരുതപ്പെടുന്നത്.